PSC യൂട്യൂബ്സിലേക്ക് ഏവർക്കും സ്വാഗതം. രണ്ടാമതായി കേരളത്തിലെത്തിയ അഥവാ ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തികളായ ഡച്ചുകാരെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിൽ രണ്ടാമതായി എത്തിയ വിദേശ ശക്തികൾ അല്ലെങ്കിൽ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. കേരളത്തിൽ അഥവാ ഇന്ത്യയിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. കേരളത്തിൽ രണ്ടാമതായി എത്തിയ യൂറോപ്യൻ ശക്തികൾ ഏതാണ്? ഡച്ചുകാർ. ഡച്ചുകാർ ഇന്ത്യയിലെത്തിയ വർഷം AD 1595. ഡച്ചുകാർ ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? AD 1595. AD 1595 ഡച്ചുകാർ ഇന്ത്യയിൽ എത്തുന്നത്. കേരളവുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടസ്റ്റന്റ് വിഭാഗമാണ് ഡച്ചുകാർ. കേരളവുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗം ആരായിരുന്നു? ഡച്ചുകാർ. ഡച്ചുകാർ പ്രൊട്ടസ്റ്റന്റ് മതവിശ്വാസികളായിരുന്നു. ഡച്ചുകാർ നെതർലൻഡ്സ് അഥവാ ഹോളണ്ട് രാജ്യക്കാരായിരുന്നു. നെതർലൻഡ് അഥവാ ഹോളണ്ട് രാജ്യക്കാരായിരുന്നു ഡച്ചുകാർ. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1602. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം 1602. കേരളത്തിലെത്തിയ ആദ്യ ഡച്ച് അഡ്മിറലാണ് സ്റ്റീഫൻ വാൻഡർ ഹേഗൻ. കേരളത്തിലെത്തിയ ആദ്യ ഡച്ച് അഡ്മിറൽ ആരാണ്? സ്റ്റീഫൻ വാൻഡർ ഹേഗൻ. കേരളത്തിലെത്തിയ ആദ്യ ഡച്ച് അഡ്മിറലാണ് സ്റ്റീഫൻ വാൻഡർ ഹേഗൻ. സ്റ്റീഫൻ വാൻഡർ ഹേഗൻ കേരളത്തിലെത്തിയ വർഷം 1602. സ്റ്റീഫൻ വാൻഡർ ഹേഗൻ കേരളത്തിലെത്തിയ വർഷം ഏതാണ്? 1602. കോഴിക്കോടാണ് അദ്ദേഹം എത്തിച്ചേർന്നത്. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു കൊച്ചി, കൊല്ലം എന്നിവ. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രം ഏതൊക്കെയായിരുന്നു? കൊച്ചി, കൊല്ലം. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു കൊച്ചി, കൊല്ലം എന്നിവ. ഒരിക്കൽ കൂടെ നോക്കാം. രണ്ടാമതായി കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെത്തിയ യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. രണ്ടാമതായി കേരളത്തിലെത്തിയ യൂറോപ്യൻ ശക്തികൾ ആരാണ്? ഡച്ചുകാർ. ഡച്ചുകാർ ഇന്ത്യയിലെത്തിയ വർഷം AD 1595. AD 1595 ഡച്ചുകാർ ഇന്ത്യയിൽ എത്തിച്ചേരുന്നത്. കേരളവുമായി വ്യാപാര ബന്ധം അല്ലെങ്കിൽ വാണിജ്യ ബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗമാണ് ഡച്ചുകാർ. കേരളവുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ച ആദ്യ പ്രൊട്ടസ്റ്റന്റ് ജനവിഭാഗം ആരാണ്? ഡച്ചുകാർ. ഡച്ചുകാർ പ്രൊട്ടസ്റ്റന്റ് മത വിശ്വാസികളായിരുന്നു. നെതർലൻഡ്സ് അഥവാ ഹോളണ്ട് രാജ്യക്കാരായിരുന്നു ഡച്ചുകാർ. നെതർലൻഡ്സ് അഥവാ ഹോളണ്ട് രാജ്യക്കാരായിരുന്നു ഡച്ചുകാർ. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാണ്? 1602. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം 1602. കേരളത്തിലെത്തിയ ആദ്യ ഡച്ച് അഡ്മിറലാണ് സ്റ്റീഫൻ വാൻഡർ ഹേഗൻ. കേരളത്തിലെത്തിയ ആദ്യ ഡച്ച് അഡ്മിറൽ ആരാണ്? സ്റ്റീഫൻ വാൻഡർ ഹേഗൻ. വർഷം 1602. സ്റ്റീഫൻ വാൻഡർ ഹേഗൻ കേരളത്തിലെത്തിയ വർഷം ഏതാണ്? 1602. കോഴിക്കോടാണ് എത്തിച്ചേർന്നത്. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് കൊച്ചി, കൊല്ലം എന്നിവ. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കൊച്ചി, കൊല്ലം. ഡച്ചുകാരുടെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളാണ് കൊച്ചി, കൊല്ലം. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ഡച്ചുകാരെയാണ്. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ഡച്ചുകാരെ. ഇത് PSCയുടെ ഒരു മുൻകാല ചോദ്യമാണ്. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന യൂറോപ്യൻ ശക്തികൾ ആരാണ്? ഡച്ചുകാർ. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ട സ്ഥലം മസൂലിപ്പട്ടണം. വർഷം 1605. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ട സ്ഥലം ഏതാണ്? മസൂലിപ്പട്ടണം. വർഷം 1605. ഡച്ചുകാർ തങ്ങളുടെ ആദ്യ ഫാക്ടറി ഇന്ത്യയിൽ സ്ഥാപിച്ചത് എവിടെയാണ്? മസൂലിപ്പട്ടണം. ഏത് വർഷത്തിൽ? 1605. ഡച്ചുകാരുടെ ആദ്യ വ്യാപാര കേന്ദ്രവും മസൂലിപ്പട്ടണം തന്നെയായിരുന്നു. ഡച്ചുകാരുടെ ആദ്യ വ്യാപാര കേന്ദ്രം എവിടെയായിരുന്നു? മസൂലിപ്പട്ടണം. ഡച്ചുകാർ
തങ്ങളുടെ ആസ്ഥാനമായി സ്വീകരിച്ചത് തമിഴ്നാട്ടിലെ പുലിഗേറ്റ് എന്ന സ്ഥലത്തെയാണ്. 1690 വരെ ഡച്ചുകാരുടെ ആസ്ഥാനം പുലിഗേറ്റ് തന്നെയായിരുന്നു. 1690 വരെ ഡച്ചുകാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു? പുലിഗേറ്റ്. 1658 പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്ത ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാൻ ഗോയിൻസ്. 1658 പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്ത ഏത് സ്ഥലം? കൊല്ലം. 1658 പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്ത ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാൻ ഗോയിൻസ്. ഏത് വർഷം? 1658. 1658 പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്ത ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാൻ ഗോയിൻസ്. പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷമാണ് 1663. കൊല്ലം പിടിച്ചെടുത്ത വർഷം ഏതാണ്? 1658. കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് അഴീക്കോട് സന്ധി. വർഷം 1661. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി അറിയപ്പെടുന്നത് അഴീക്കോട് സന്ധി. വർഷം ഏതാണ്? 1661. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി അറിയപ്പെടുന്നത് അഴീക്കോട് സന്ധി. ഏത് വർഷം? 1661. ഒരിക്കൽ കൂടെ നോക്കാം. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന യൂറോപ്യൻ ശക്തികളാണ് ഡച്ചുകാർ. കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെട്ടിരുന്ന യൂറോപ്യൻ ശക്തികൾ ആരാണ്? ഡച്ചുകാർ. ഇത് PSCയുടെ ഒരു മുൻകാല ചോദ്യമാണ്. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ട സ്ഥലം മസൂലിപ്പട്ടണം. വർഷം 1605. ഡച്ചുകാരുടെ ഇന്ത്യയിലെ ആദ്യ ഫാക്ടറി സ്ഥാപിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? മസൂലിപ്പട്ടണം. വർഷം 1605. ഡച്ചുകാരുടെ ആദ്യ വ്യാപാര കേന്ദ്രവും മസൂലിപ്പട്ടണം തന്നെയായിരുന്നു. ഡച്ചുകാരുടെ ആദ്യ വ്യാപാര കേന്ദ്രവും ഏത് തന്നെയായിരുന്നു? മസൂലിപ്പട്ടണം. 1690 വരെ ഡച്ചുകാരുടെ ആസ്ഥാനമായി സ്വീകരിക്കപ്പെട്ട സ്ഥലം തമിഴ്നാട്ടിലെ പുലിഗേറ്റ്. 1690 വരെ ഡച്ചുകാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു? തമിഴ്നാട്ടിലെ പുലിഗേറ്റ്. തമിഴ്നാട്ടിലെ പുലിഗേറ്റിനെ ഡച്ചുകാർ തങ്ങളുടെ ആസ്ഥാനമായി സ്വീകരിച്ചു. ഏതുവരെ? 1690 വരെ. പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്ത ഡച്ച് അഡ്മിറലാണ് അഡ്മിറൽ വാൻ ഗോയിൻസ്. ഏത് വർഷം? 1658. 1658 പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം പിടിച്ചെടുത്ത ഡച്ച് അഡ്മിറൽ ആരാണ്? അഡ്മിറൽ വാൻ ഗോയിൻസ്. ആരാണ്? അഡ്മിറൽ വാൻ ഗോയിൻസ്. കൊല്ലം പിടിച്ചെടുത്ത വർഷം 1658. പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം ഏതാണ്? 1663. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. കൊല്ലം പിടിച്ചെടുത്തത് 1658. കൊച്ചി പിടിച്ചെടുത്തത് 1663. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് അഴീക്കോട് സന്ധി. വർഷം 1661. കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി ഏതാണ്? അഴീക്കോട് സന്ധി. വർഷം 1661. ഡച്ചു ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. വർഷം 1753. ഡച്ചു ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? മാവേലിക്കര ഉടമ്പടി. മാവേലിക്കര ഉടമ്പടി നടന്ന വർഷം ഏതാണ്? 1753. ഡച്ചു ഭരണം ഇന്ത്യയിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. വർഷം ഏതാണ്? 1753. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചതാരാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അധപ്പതനത്തിന് കാരണമായ യുദ്ധമാണ് 1741 കുളച്ചൽ യുദ്ധം. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ഡച്ചുകാരുടെ അധപ്പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? 1741 കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു.
കുളച്ചൽ യുദ്ധം നടന്നത് ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധം നടന്നത് എന്നാണ്? 1741 ഓഗസ്റ്റ് 10. ഇതും ഇമ്പോർട്ടന്റ് ആണ്. കുളച്ചൽ യുദ്ധം നടന്ന വർഷം 1741. ആരൊക്കെ തമ്മിലായിരുന്നു? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ ഡച്ച് കപ്പിത്താനായിരുന്ന ഡിലനോയിയെ പരാജയപ്പെടുത്തി. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത് ആരെയാണ്? ഡച്ച് കപ്പിത്താനായിരുന്ന ഡിലനോയിയെ. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ഡിലനോയി. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ഡച്ച് കപ്പിത്താനായിരുന്ന ഡിലനോയി. ഡിലനോയിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഉദയഗിരി കോട്ട. ഡിലനോയിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തമിഴ്നാട്ടിലെ ഉദയഗിരി കോട്ട. ആദ്യമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ. ആദ്യമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തി ഏതാണ്? ഡച്ചുകാർ. ഒരിക്കൽ കൂടെ നോക്കാം. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി. വർഷം 1753. ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടി ഏതാണ്? മാവേലിക്കര ഉടമ്പടി 1753. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലാണ്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ. മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. എന്നാൽ ഡച്ചുകാരുടെ അധപ്പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? 1741 കുളച്ചൽ യുദ്ധം. ഡച്ചുകാരുടെ അധപ്പതനത്തിന് കാരണമായ യുദ്ധം ഏതാണ്? 1741 കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധം നടന്നത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു. ആരൊക്കെ തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത്? മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു കുളച്ചൽ യുദ്ധം നടന്നത്. കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാരുടെ കപ്പിത്താനായിരുന്ന ഡിലനോയിയെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി. കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയ ഡച്ച് കപ്പിത്താൻ ആരാണ്? ഡിലനോയി. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ഡിലനോയിയാണ്. വലിയ കപ്പിത്താൻ എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? ഡിലനോയി. ഡിലനോയിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഉദയഗിരി കോട്ടയിൽ. ഡിലനോയിയുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഉദയഗിരി കോട്ടയിൽ. ആദ്യമായി ഇന്ത്യ വിട്ടുപോയ വിദേശ ശക്തി അല്ലെങ്കിൽ യൂറോപ്യൻ ശക്തി ആരാണ്? ഡച്ചുകാർ. ആദ്യമായി ഇന്ത്യ വിട്ടുപോയ യൂറോപ്യൻ ശക്തിയാണ് ഡച്ചുകാർ. ഡച്ചുകാരുടെ സംഭാവനകൾ. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ഡച്ചുകാരാണ്. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചത് ഡച്ചുകാരാണ്. വർഷം 1744. ഗുരുവായൂരിലെ ചേറ്റുവ കോട്ട നിർമ്മിച്ചു. ഗുരുവായൂരിലെ ചേറ്റുവ കോട്ട നിർമ്മിച്ചത് ഡച്ചുകാരാണ്. കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ്, ഗുരുവായൂരിലെ ചേറ്റുവ കോട്ട എന്നിവ നിർമ്മിച്ച വിദേശ ശക്തികളാണ് ഡച്ചുകാർ. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം മലബാറിന്റെ പൂന്തോട്ടം എന്നാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം എന്താണ്? മലബാറിന്റെ പൂന്തോട്ടം. ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട വിദേശ രാജ്യം ഏതാണ്? ഇത് PSCയുടെ ഒരു മുൻകാല ചോദ്യമാണ്. ആൻസർ ഡച്ച്. ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ട വിദേശ രാജ്യം ഏതാണ്? ഡച്ച്. കേരളക്കരയിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ലാറ്റിൻ. ഇതും PSCയുടെ ഒരു മുൻകാല ചോദ്യമാണ്. മലയാളക്കരയിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ലാറ്റിൻ. ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കപ്പെട്ട ഭാഷ ലാറ്റിൻ. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം എവിടെയാണ്? ആംസ്റ്റർഡാം. ഹോർത്തൂസ് മലബാറിക്കസ് എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത്? ആംസ്റ്റർഡാം. ഹോർത്തൂസ് മലബാറിക്കസിലെ പ്രധാന പ്രതിപാദ്യ വിഷയം മലബാറിലെ ഔഷധ സസ്യങ്ങളായിരുന്നു. ഹോർത്തൂസ് മലബാറിക്കസിലെ പ്രതിപാദ്യ വിഷയം എന്തായിരുന്നു? മലബാറിലെ അല്ലെങ്കിൽ കേരളക്കരയിലെ ഔഷധ സസ്യങ്ങൾ. മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഡച്ചുകാരുടെ ഹോർത്തൂസ് മലബാറിക്കസ്. മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. 1678 മുതൽ 1703 വരെയുള്ള കാലയളവിൽ 12 വോള്യങ്ങളായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കപ്പെട്ടത്.
1678 മുതൽ 1703 വരെ. 1678 മുതൽ 1703 വരെയുള്ള കാലയളവിൽ 12 വോള്യങ്ങളായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കപ്പെട്ടത്. എത്ര വോള്യങ്ങളായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കപ്പെട്ടത്? 12 വോള്യങ്ങളായിട്ട്. മലയാളം ലിപി അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം ലിപി അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഒരിക്കൽ കൂടി നോക്കാം. ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ. 1744 കൊച്ചിയിലെ ബോൾഗാട്ടി പാലസ് നിർമ്മിച്ചു. ഗുരുവായൂരിലെ ചേറ്റുവ കോട്ട നിർമ്മിച്ചു. ഡച്ചുകാരുടെ പ്രധാന സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം മലബാറിന്റെ പൂന്തോട്ടം എന്നാണ്. ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം എന്താണ്? മലബാറിന്റെ പൂന്തോട്ടം. ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിദേശ രാജ്യം ഏതാണ്? ഡച്ച്. ഇത് PSCയുടെ ഒരു മുൻകാല ചോദ്യമാണ്. ഹോർത്തൂസ് മലബാറിക്കസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിദേശ രാജ്യം ഏതാണ്? ഡച്ച്. കേരളക്കരയിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് എന്ന ഗ്രന്ഥം രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ലാറ്റിൻ. ഇതും PSCയുടെ ഒരു മുൻകാല ചോദ്യമാണ്. കേരളക്കരയിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഹോർത്തൂസ് മലബാറിക്കസ് രചിക്കപ്പെട്ട ഭാഷ ഏതാണ്? ലാറ്റിൻ. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ആംസ്റ്റർഡാം. ആംസ്റ്റർഡാമിൽ നിന്നാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. മലബാറിലെ ഔഷധ സസ്യങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസിലെ പ്രതിപാദ്യ വിഷയം എന്താണ്? മലബാറിലെ ഔഷധ സസ്യങ്ങൾ. ഹോർത്തൂസ് മലബാറിക്കസിലെ പ്രതിപാദ്യ വിഷയം മലബാറിലെ ഔഷധ സസ്യങ്ങൾ. 1678 മുതൽ 1703 വരെയുള്ള കാലയളവിൽ 12 വോള്യങ്ങളായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. 1678 മുതൽ 1703 വരെയുള്ള കാലയളവിൽ 12 വോള്യങ്ങൾ. എത്ര വോള്യങ്ങളായിട്ട്? 12 വോള്യങ്ങളായിട്ടാണ് ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ചത്. മലയാളം ലിപി അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. മലയാളം ലിപി അച്ചടിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥവും ഹോർത്തൂസ് മലബാറിക്കസ് തന്നെയാണ്. കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുന്ന ആദ്യ വൃക്ഷമാണ് തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുന്ന ആദ്യ വൃക്ഷം ഏതാണ്? തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അഡ്മിറൽ ഹെൻറി വാൻഡ്രീഡ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് അഡ്മിറൽ ഹെൻറി വാൻഡ്രീഡ്. ആരാണ്? അഡ്മിറൽ ഹെൻറി വാൻഡ്രീഡ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യൻ ആരാണ്? ഇട്ടി അച്യുതൻ. ആരാണ്? ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണരാണ് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണർ ആരൊക്കെയാണ്? രംഗഭട്ട്, അപ്പുഭട്ട്, വിനായക ഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ഇറ്റാലിയൻ കാർമലൈറ്റ് സന്യാസിയാണ് മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ഇറ്റാലിയൻ കാർമലൈറ്റ് സന്യാസി ആരാണ്? മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ KS മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ഡോക്ടർ KS മണിലാൽ. ഒരിക്കൽ കൂടെ നോക്കാം. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുന്ന ആദ്യ വൃക്ഷം തെങ്ങാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിക്കുന്ന ആദ്യ വൃക്ഷം ഏതാണ്? തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് അഡ്മിറൽ ഹെൻറി വാൻഡ്രീഡ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണ്? അഡ്മിറൽ ഹെൻറി വാൻഡ്രീഡ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യനാണ് ഇട്ടി അച്യുതൻ.
ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ഈഴവ വൈദ്യനാണ് ഇട്ടി അച്യുതൻ. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണർ ആരൊക്കെയാണ്? രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണരാണ് രംഗഭട്ട്, അപ്പുഭട്ട്, വിനായകഭട്ട്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ഇറ്റാലിയൻ കാർമലൈറ്റ് സന്യാസിയാണ് മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിന്റെ രചനയുമായി സഹകരിച്ച ഇറ്റാലിയൻ കാർമലൈറ്റ് സന്യാസി ആരാണ്? മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാൽ. ആരാണ്? ഡോക്ടർ കെ എസ് മണിലാൽ. ഹോർത്തൂസ് മലബാറിക്കസ് ആദ്യമായി ഇംഗ്ലീഷ് മലയാളം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ്? ഡോക്ടർ കെ എസ് മണിലാൽ. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബ്രിട്ടീഷുകാർ എന്ന അടുത്ത യൂറോപ്യൻ ശക്തികളുമായി വീണ്ടും കാണാം.